ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മളിപ്പോഴുള്ളതേ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 6-7 പേരുണ്ട്. നമ്മളെ നാഗനേരി ടോളിനടുത്തായിട്ട് നിൽക്കുകയാണ്. നമ്മളെ നാഗനേരി, അതായത് ഫസ്റ്റ് ടോള് നാഗർകോവിൽ കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ടോള് നാഗനേരി ടോളിനടുത്തായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ടോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ കുത്തി നിൽപ്പുണ്ട്. ആകാശേ, എങ്ങോട്ട് പോണത്? നമ്മള് സാത്തൂര് എന്തിനു പോണം? രാജപാളയോ? പഠിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു 1-2 സുഹൃത്തുക്കളുണ്ട്. നമുക്ക് രാജപാളയം ഡോഗ് നമുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളുകൊണ്ട് വിളിക്കുകയാണ്. അത് കുത്തിയിട്ട് കുറച്ചൊരു 10-20 ദിവസമായി. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ ദിവസം കൊണ്ട് നമ്മൾ വിളിക്കുകയാണ്. നമുക്ക് പോകാനായിട്ട് സമയം കിട്ടില്ല, ഐസ്ക്രീമിൻ്റെയൊക്കെ വർക്കുള്ളത് കൊണ്ട്. പിന്നെ ഇന്ന് അങ്ങനെ നമ്മളിപ്പം രാവിലെ പോകാൻ വേണ്ടി തിരിച്ചു. ഇപ്പോൾ ഒരു 11-12 മണിയായി. അപ്പോൾ ഫസ്റ്റ് ടോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാഗനേരി ടോള് അടുത്തേക്കാണ്. ഇവിടെ രണ്ടുപേര് എന്തോ നോക്കണം. ഏത് വണ്ടിയില്? അപ്പൊ നമ്മളെ ടാറ്റ ഐസിലാണ് നമ്മൾ വന്നത് എല്ലാവരും കൂടെ. അപ്പൊ ടോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ടോൾ ഗേറ്റിൽ നിൽക്കുകയാണ്. ചേട്ടാ നമ്മളെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇപ്പൊ ശരിയാവൂ? ആനന്ദോ വളരെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ രണ്ടുപേരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഒരു വണ്ടി അങ്ങനെ എന്തോ ഒരു ആക്സിഡന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ നിപ്പുണ്ട്. പിന്നെ ഇതാണ് താങ്കളുടെ പേരെന്തോന്നാണ്? എന്റെ പേര് അനു എന്നാണ്. സുന്ദരനാണ്, സുമുഖനാണ്, ബാക്കി സുശീലനാണ്. കാണാൻ 7 അഴകും കാമുകിമാരൊക്കെ എന്നെ നീ എവിടെ വന്ന മരഭൂതമേ ഇങ്ങനെ എടുത്തോണ്ട് ലാളിച്ച് നടക്കുന്ന ഒരു തന്നെ. ഇതൊക്കെ വെറുതെ പറയണാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു വണ്ടിയാണ് ഇടിച്ച് ഇങ്ങനെ ക്രെയിനിൽ തൂക്കി നിർത്തിയിരിക്കുകയാണ്. മാമ ഇത് എവിടെ കൊണ്ടുപോണ്? എന്ത് പറ്റിയത്? എന്തോന്ന് പറ്റിയത്? ഇത് ആക്സിഡന്റ് ആയതാ? ഓ, ആളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ ആളിനൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മളെ വണ്ടിക്ക് ടോൾ ആയെന്നാണ് തോന്നണത്. ടോൾ ഗേറ്റിന്റെ പാസ് അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോണം. അപ്പൊ നമ്മൾ എത്ര പേരുണ്ട് ആജു? മൊത്തം 1, 2, 3, 4, 5 നമ്മൾ 6 പേരുണ്ട്. 6 എന്നെ കൂട്ടിയില്ല. അപ്പൊ 7 പേരുണ്ട്. നമ്മൾ 7 പേരും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉണ്ണി ഐസ്ക്രീം വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ സാത്തൂരാണ് ഈ പട്ടിക്കുട്ടി കിടക്കുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളെല്ലാം അപ്പോൾ കാണാമല്ലോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള എല്ലാ വിശേഷങ്ങളും കാണാം. നമ്മൾ ഫസ്റ്റ് ടോളിലപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ ഉണ്ണി ഐസ്ക്രീം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എവിടെ എത്തിയത്? കോവിൽപ്പെട്ടി കഴിഞ്ഞ് കുറച്ച് ഉള്ളിലോട്ട് ഊരാണ്. ഇവിടെ എല്ലാം അങ്ങോട്ട് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ഊരിനകത്തൂടെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമല്ലേ ഇത്? അങ്ങ് നോക്കി കിടില സ്ഥലമല്ലേ? കൊള്ളാടാ, നല്ല സ്ഥലം. സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചോളമൊക്കെ കൃഷി ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചോളങ്ങളാണ്. ചോളം കൃഷിയാണ് ഇതൊക്കെ. ചോളം. പിന്നെ ഇതിപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ, ഒരു 200-250 കിലോമീറ്റർ അകത്താണ് ഈ സ്ഥലം. ഒരുപാട് ചോളം കൃഷിയുണ്ട്. ദിസ് ഇസ് രാജപാളയം ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊക്കെ ഇവിടെ എല്ലായിടത്തും ഉള്ളത് രാജപാളയം എന്ന് പറയുന്ന ഒരു പട്ടിയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത് പോലത്തെ ഈ നാടൻ അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ കുറച്ച് പിള്ളേർ ഇവിടെ കബഡി കളിക്കുന്നുണ്ട്. ബാക്കി ചേട്ടൻ പറയും. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ എത്താറായി. ഇപ്പോ ഏകദേശം സ്ഥലം എത്താറായി.
രാജപാളയം ഇതാ റോഡ് ക്രോസ് ചെയ്യുന്നു ക്രോസ് ചെയ്ത് ഗൈസ് ഇതാണ് ഗൈസ് രാജപാളയം. മാറും രാജപാളയമേ, മാറുന്നില്ല ഗൈസ്. നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഗൈസ്. മാറാ ശരി, ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മളെ വഴിയൊക്കെ തെറ്റി ആകപ്പാടെ മൊത്തം ഒരു കൺഫ്യൂഷൻ. എടാ കേറടാ, അകത്ത് കേറടാ. അങ്ങനെ ഗൈസ് നമ്മള് വഴിയൊക്കെ തെറ്റി ഇതാ നമ്മളിവിടെ ഒരു കുഗ്രാമത്ത് നിൽക്കണം. അപ്പൊ ഇവിടെ ആടൊക്കെ മേച്ചോണ്ട് നിന്ന ഒരു പയ്യന്റെ അടുത്ത് നമ്മൾ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഫ്ലാഷ് ബാക്ക്. தம்பி இந்த இடம் எங்கன்னு கேட்டு பாரு. இந்த போன்ல பேசுற அந்த ஆளுகிட்ட இடம் நமக்கு தெரியும். നമ്മള് കേരള ഇത് വന്നിട്ടുங்க. நீங்க இது எந்த இடம்னு கேட்டா போதும். நீங்க பேசுங்க. கோல்ல இருக்கா செவில வைங்க. செவில வச்சுக்கோ. எடா செவில எடா கர்சல் பெட்டி. நம்ம நிக்கிற இடத்தை சொல்லி கொடு. என்ன சொல்லு. இது ஃபர்ஸ்ட் பர்சன் இல்ல கில் பர்சன்டா? இந்த இப்ப அங்க ஒரு பர்சன் நிச்சா. அங்க போங்க. அந்த ஸ்டாண்டோட போ. சரி ஓகேடா குட்டா, தேங்க் யூ. இந்த யார ஃபோன் பண்றாங்க. திரும்பி போணுமா? நம்ம யாரல்ல എടാ ആടൊക്കെ യാരേ? ആടി യാരേ? നീങ്കയാ? என்ன எதுக்கு? പട്ടി എടുക്കുന്നത്. ഒരു പട്ടി എടുക്കുന്നത്. നായക്കുട്ടി. അപ്പൊ നമ്മളിങ്ങനെ നമ്മള് വണ്ടി ബാക്കിലോട്ടാണ് ഇപ്പൊ പോണത്. ബാക്ക് തന്നെ കാണാമടേ. അങ്ങനെ നമ്മളെ വണ്ടി പുറകിലോട്ടാണ് കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മളിത് അവിടെ നിന്ന് ആ പയ്യൻ പിള്ളേരുടെ അടുത്താണ് ചോദിച്ചത്. അങ്ങനെ ഞങ്ങള് ബാക്കിലോട്ട് പോയി അവിടെ പുറകിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയിട്ട് ഇനി നമ്മള് വഴി തെറ്റിപ്പോയി. അതാണ് സത്യം. ഇതൊരു അകത്തുള്ള ഒരു ഗ്രാമമാണ്. അങ്ങനെ ഗെയ്സ് നമ്മളെ നന്ദകുമാറിന്റെ നമ്മള് വീട്ടിലെത്തിയപ്പോ നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇതാണ് നന്ദകുമാർ, നമ്മുടെ ഫ്രണ്ടാണ്. ഇത് അവരുടെ കൂട്ടുകാരി. അത് വേണ്ടപ്പെട്ടൊരു പട്ടി. അത് തീപ്പട്ടി. ഇവിടെ എല്ലാമേ പേപ്പട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഗെയ്സ്. കൊച്ചുപട്ടിയാണോ? അപ്പൊ ഗെയ്സ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നന്ദകുമാർ. അപ്പൊ നന്ദകുമാർ പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് നന്ദകുമാർ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഡ്രൈവർ അടുത്തിരിപ്പുണ്ട്. നന്ദകുമാറിന്റെ ഫ്രണ്ട്സ്. പേരെന്നാ പേര്? பாட்டி எங்க போனது? காட்டுக்கு போனப்பா. காட்டுக்குன்னா என்ன? பருத்தி போட்டிருக்கேன், அதுல இல்லாத பயிரெல்லாம் பிடிக்கிட்டு வரோம். பருத்தியை தவிர மிச்சதை எடுக்கணும். ஓ, காலையில போகுமா? காலையில போவோம், சாயங்காலம் போவோம். காலையில பருத்தி இப்பயும் போயிருக்கு. என்ன செய்யுங்க? சரி நம்ம நந்தகுமார் ஃப்ரெண்டு. கேரள மாதிரி வந்து கேரளத்துல வந்திருக்குங்க. ஒரு ஆளு அவனுக்கு பிறந்து அவன் எங்க வச்சு பிறந்து பிடிச்சிக்க. நம்ம இங்க நேரமே இங்க வந்தப்போ நீங்க எதுக்கு வந்தீங்க? நம்ம நாய்க்குட்டி எடுக்கிறதுக்கு. நாய்க்குட்டி எடுக்க. ஆமா கேரளா உங்களுக்கு? கேரளால எந்த இடத்துல இருக்கு? கேரளாவில திருவனந்தபுரம். சரி. இப்போ எதுக்கு வந்திருக்கீங்க? நான் எடுத்தாச்சு, நாய்க்குட்டி எடுத்தாச்சு. சரி, எப்படி கொண்டு வாங்க? வண்டியில இருக்கு, உள்ள இருக்கு. நீங்க அங்க இருந்து கொண்டு வந்திருக்கீங்க? வண்டியில அங்க நம்ம எல்லாம் ஃப்ரெண்ட்ஸோட எல்லாமே சேர்ந்து. அடுப்புடுப்புலாம் இருக்கு. ஃப்ரெண்ட்ஸ் 6-7 பேர் இருக்கு. சாப்பிட்டுக்கிற வேண்டியது. இனி குக் பண்ண போறது. இப்போ இங்க இருந்து அங்க போணும்ல? நாளை ஆகும்ல? நாளை காலையில அங்க எத்திடும். அங்க போயிருவீங்களா? சரி. எங்க ஊர் பிடிச்சிருக்கா? அப்படி சூப்பர். சூப்பரா இருக்கு எங்க ஊரு. என்னது நீ காட்டுல ஓட்டிட்டு முடிச்சுக்கிட்டு வரோம். என்ன மழையே இவ்வளவு நாளா பேயல, இப்பதான் பேஞ்சிருக்கு. அந்த செடி தான், அந்த செடி விட்டு மத்த செடியெல்லாம் புடுங்கினாச்சா அது வரும். ஓ சரி. இங்கேயும் இப்ப மழைதான். அங்கேயும் மழை தான். என்ன அங்கே பயங்கர மழை. இங்கேயும் நல்ல மழை தானே? இப்பதான் பேஞ்சிருக்கு நல்ல மழை. நேற்று முந்தா நாள் அதுக்கு முன்னாடி சரியா மழை இல்ல. അങ്ങനെ ഞങ്ങള് നന്ദകുമാറിന്റെ കൂടെ നിപ്പുണ്ട് നമ്മുടെ ഫ്രണ്ട്. നമ്മളൊരു അടിപൊളി ഒരു കിടിലൻ സ്ഥലത്ത് നമ്മളെ കൊണ്ടുവന്നു. അതെ, ആ പനയുടെ മേളിലൊരു മയിലിരിപ്പുണ്ട്. കിടിലൻ സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ കൃഷി, അടിപൊളി സ്ഥലം.
നമ്മളെ കുറെ പേര് ഇത് അവിടെ ഇറങ്ങി അങ്ങനെ നടന്ന് വരെയാണ്. അങ്ങനെ സതീഷ് കപ്പയൊക്കെ ഇതാ തൊലിക്കുകയാണ്. നമ്മൾ അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത്, പിന്നെ നന്ദകുമാറിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓരോന്നിട്ട് കൂട്ടുകാരന്മാരൊക്കെ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നോണ്ടിരിക്കും. ഞാൻ കേരളത്തിൽ നിന്നുള്ളതാണ്. പിന്നെ നമ്മള് ഇതൊരു വല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഉനക്ക് പേരെന്നാ? പേര് സൊല്ലേ, പേര് സൊല്ലടാ. പുഷ്പരാജ്. പുഷ്പരാജ്, നന്ദകുമാർ, വീരവേല. ഇതാ വീരവേൽ. വീരവേൽ താനേ? വീരവേൽ. അവനുടെ പേര് കാർത്തി. അപ്പൊ അങ്ങനെ മരിച്ചിനിയെല്ലാം ഇതാ സീക്രമാ റെഡി ആയിടിച്ച്. അങ്ങനെ ഇവിടെ കുറെ പേരുണ്ട്. നമ്മുടെ ഇവിടെ കുറെ പേര് ഇങ്ങനെ നിക്കുകയാണ്. കിടില സ്ഥലം എന്ന് പറയുമ്പോ അത് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി സ്ഥലം. അങ്ങനെ നമുക്ക് നായ്ക്കുട്ടിയൊക്കെ തന്നതുകൊണ്ട് നമ്മൾ പിന്നെ എന്തായിരുന്നാലും നായ്ക്കുട്ടിയൊക്കെ തന്നതല്ലേ, നമുക്ക് എന്തായിരുന്നാലും അപ്പൊ ഇവിടെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്കും കൊടുത്ത് പിന്നെ നമ്മളും കഴിച്ചിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എന്തായാലും രാവിലെ ആവും അവിടെ എത്തുമ്പോഴേക്കും. അപ്പോ ബാക്കി നമുക്ക് കാണാം. സമയം ഇപ്പൊ ഏകദേശം ഒരു 7:30 മണി കഴിഞ്ഞു. ചിക്കൻ കറിയൊക്കെ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂരിട്ടാണ്, കണ്ടല്ലോ. ഇവിടെ ഒന്നും കണ്ടുകൂടാ. ആ നന്ദു, പിന്നെ ആനന്ദ്, ആകാശ്, പിന്നെ അപ്പുറത്ത് 2 പോട്ട് കൊട്ട കാട്ടിനകത്താണ് ഇവിടെ കുക്കിങ്. ഇത് സതീഷാണെങ്കിൽ ഇതാ ചിക്കൻ കറി ആയ സതീഷേ? ചിക്കൻ കറി ഏകദേശം ആയി. പിന്നെ അടുത്ത് തന്നെ കപ്പ. നമ്മളെ മരിച്ചിനെയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണ്. അപ്പം കൂരിട്ടാണ്. 7:30 മണിയായി. ഇവിടെ ആണെങ്കിൽ ഒന്നും കണ്ടുകൂടാ. ചുറ്റും നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒന്നും കണ്ടുകൂടാ. ഫുൾ ഇരുട്ടാണ്. ഇത് അങ്ങോട്ട് അടിച്ച് ഒരു കാട്ടിനകത്താണ്. നമ്മൾ മൊബൈലിന്റെ ടാർച്ചിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് തിരിച്ചു. ഇപ്പോഴവിടെ തിരിച്ചതേ ഉള്ളൂ. ഞങ്ങള് പിന്നെ മരിച്ചിനിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി നമ്മള് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നന്ദൂര് കൊടുത്തു നമ്മളെ ഫ്രണ്ട്. പിന്നെ നമ്മുടെ 2 പപ്പിക്കുട്ടികൾ ബാക്കിൽ ഇരിപ്പുണ്ട് വണ്ടിയുടെ. അപ്പം നമ്മളങ്ങനെ തിരിച്ചു. നല്ലൊരു വനത്തിനകത്താണ് കേട്ടോ. ഇതൊരു ഊരിനകത്താണ്. നമുക്ക് കാണാനായിട്ട് കഴിയും. ഭയങ്കര ഒരു ഊരാണ്. നല്ല ഉള്ളിലാണ്. നല്ല ഒത്തിരി ബൈപ്പാസിൽ നിന്ന് ഒത്തിരി അകത്താണ് നമ്മളിങ്ങ് വന്നത്. അപ്പോൾ നമ്മള് ഇപ്പോ ഇതാ ഇവിടെ നിന്ന് തിരിച്ചു. കാരണം ഇത് കുറച്ച് അകത്തോട്ടുള്ള ഏരിയ ആയതുകൊണ്ട്. അപ്പം അത് പതുക്കെ പോകുന്നത് എന്തിനു പോക്ക് പോണ്. അങ്ങനെ കുറച്ച് അകത്തോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു വിജനമായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തിരിച്ചു. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബൈപ്പാസിൽ കയറിയാലേ ഒരു സമാധാനം വരുള്ളൂ. ബാക്കി എല്ലാവരും പുറകിലുണ്ട്. അപ്പോൾ നമുക്ക് ബൈപ്പാസിൽ കയറിയിട്ട് കാണാം.